തേച്ച് തേച്ച് പല്ലില്ലാണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇനി അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന പേസ്റ്റിൻ്റെ ലേബലിൻ്റെ മുകളിലുള്ള RDA വാല്യൂ ശ്രദ്ധിക്കുക. RDA എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിലേറ്റീവ് ഡെൻറ്റിൻ അബ്രസീവ്നെസ്, അതായത് നമ്മളുടെ പല്ല് വെളുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡെബ്രസ് പോക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെറിയ തോതിൽ അബ്രസീവിൻ്റെ കണ്ടൻറ്റ് നമ്മളെ പേസ്റ്റിൻ്റെ അകത്ത് ഉണ്ട്. ഇനിയിപ്പോൾ RDA വാല്യൂ നോക്കിയിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും. കാരണം RDAൻ്റെ വാല്യൂസ് ഇങ്ങനെയാണ്, അതായത് 0 to 70 ആണെങ്കിൽ RDA ലോ ആണ്. ഇനിയിപ്പം 70 to 100 ആണെങ്കിൽ മോഡറേറ്റ് ആണ്. 100ൻ്റെ പ്ലസ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ RDA വാല്യൂ ഭയങ്കര കൂടുതലാണ്. അതായത് നമ്മളുടെ പല്ലിൽ തേയ്മാനം ഉണ്ടാക്കുന്ന സബ്സ്റ്റൻസസ് അങ്ങനത്തെ പേസ്റ്റിൻ്റെ അകത്ത് കൂടുതലാണ്. ടു ബി സ്പെസിഫിക്, ഒരു RDA പേസ്റ്റിലുള്ള RDA നോക്കുമ്പോൾ 80ൽ താഴെയാണെങ്കിൽ അത് ഉപയോഗിച്ചോളൂ. അതായിരിക്കും ലോങ് ടേം യൂസിൽ നല്ലത്.